ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പൊന്നുഗുരുവായൂരപ്പന് നിവേദിച്ച ഭക്തിയുടെ ഭാഗവത സംഗ്രഹം. ഈ നാരായണീയത്തെയാണ് നാം നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രീമന്നാരായണീയം 16-ാമത്തെ ദശകത്തിൽ 9-ാമത്തെ ശ്ലോകത്തെയാണ് നാം വിചാരം ചെയ്യുന്നത്. ദക്ഷയാഗ കഥയാണ് 2 ശ്ലോകങ്ങളിലൂടെ പട്ടേരിപ്പാട് പറഞ്ഞ് സമർപ്പിക്കുന്നത്. ദക്ഷസ്തുധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വൈച കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധ സഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീൽ. ദക്ഷഹാതു ധാതു അതിലാളനയാ രജോന്ധ നാത്യാദൃത ത്വയി ച അശാന്തി ആസീൽ കഷ്ടം യേന സ ഭവത്തനും ഏവ ശർവം വ്യരുന്ധ വൈരപിശുനേ യജ്ഞേ സ്വസുതാം വ്യമാനീൽ ച. ദക്ഷഹാതു ധാതു അതിലാളനയാ. പട്ടേരിപ്പാട് ദക്ഷയാഗം കഥ പറയുമ്പോ ധാതുരതിലാളനയ അച്ഛൻ അധികമായി ലാളിച്ചതുകൊണ്ട് എന്നാണ്. ബ്രഹ്മാവാണ് ദക്ഷന്റെ പിതാവ്, അല്ലേ?
അപ്പോൾ ബ്രഹ്മാവിന്റെ അതിലാളന കൊണ്ട് ദക്ഷഹാതു ദക്ഷനാകട്ടെ രജോന്ധ രാജസങ്ങളായ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളാൽ അന്ധനായി വിവേകശൂന്യനായി നാത്യാദൃതത്വൈച അശാന്തി ആസീൽ കഷ്ടം. അവിടെ വിവേകശൂന്യനായി പരിത്യക്തനായി അങ്ങയിൽ പോലും അശാന്തി ആസീൽ അങ്ങയിൽ പോലും വിനയരഹിതനായി തീർന്നു കഷ്ടം എന്നാണ്. അപ്പൊ കുട്ടികളെ ലാളിക്കാം, അതിലാളനയരുത്. വേണ്ടത് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ അച്ഛനായ ബ്രഹ്മാവ് വേണ്ട പോലെ പറഞ്ഞു കൊടുത്തില്ല. ഇനി നമ്മള് ധ്രുവന്റെ ചരിത്രത്തില് അമ്മയായ സുനീതി വേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉണ്ണിയെയും നമുക്ക് കാണാൻ സാധിക്കും. യേന സാ ഭവത്തനും ഏവാ ശർവം വ്യരുന്ധ. ഈ അഭിനയം കൊണ്ട് ആരോടും ആ വിനയമോ ബഹുമാനമോ ഇല്ലാത്തത് കൊണ്ട് ദക്ഷൻ ഭവത്തനും ഏവ അവിടുത്തെ തന്നെ മൂർത്തിയായിരിക്കുന്ന അവിടുന്ന് തന്നെയായ ശർവം ആ ശിവനെ വ്യരുന്ധ ദ്വേഷിച്ചു. വൈരപിശുനെ യജ്ഞെ ശിവവിരോധം കാണിക്കാൻ വേണ്ടിയുണ്ടാക്കിയ യജ്ഞത്തിൽ യാഗത്തിൽ വെച്ച് സ്വസുതാം വ്യമാനീൽ ച തന്റെ മകളെ അപമാനിക്കുകയും ചെയ്തു. അപ്പോ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ദക്ഷപ്രജാപതി കടന്നു വന്നപ്പോ അവിടെ ദക്ഷനെ പ്രജാപതിമാരുടെ അധ്യക്ഷനാക്കി മാറ്റി. അതാണ് ഏറ്റവും വലിയ അതിലാളനം, അല്ലേ? ബ്രഹ്മാവും ശിവനും ഒഴികെ എല്ലാവരും ദക്ഷപ്രജാപതിയെ കണ്ട് എഴുന്നേറ്റ് നിന്ന് വന്ദിച്ചു. ദക്ഷൻ തൻ്റെ അച്ഛനായ ബ്രഹ്മാവിനെ വന്ദിച്ച് സദസ്സിലിരുന്നു. ഇപ്പൊ സത്യത്തിൽ തൻ്റെ മകളുടെ ഭർത്താവായതുകൊണ്ട് താൻ പിതൃതുല്യനാണ്, തന്നെ ശിവൻ ബഹുമാനിച്ചില്ല എന്ന് കരുതി തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാതെ കണ്ണുമടച്ചിരിക്കണ കണ്ടപ്പോ ശിവനെ വല്ലാതെ അധിക്ഷേപിച്ചു എന്നാണ്. ഇനി ശിവന് ഹവിർഭാഗം കൊടുക്കില്ല യജ്ഞത്തിന് എന്ന് അവിടെ പ്രഖ്യാപിച്ചു. ആ തൻ്റെ പ്രഖ്യാപനം സത്യമാക്കാൻ വേണ്ടി ഒരു യജ്ഞം നടത്തി. ബൃഹസ്പതി സവം എന്നാണ് യജ്ഞത്തിന്റെ പേര് പറയുക. തൻ്റെ മകളായ സതിയെ ദക്ഷൻ യാഗവൃത്താന്തം അറിയിച്ചു പോലും ഇല്ല എന്നാണ്. 16 പെൺകുട്ടികളാണ് ദക്ഷന്. അതിൽ 13 പേരെ ധർമ്മ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. 16ാമത്തെ മകളാണ് സതി. സതിയെ ശിവന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോ ദക്ഷയാഗത്തെ കുറിച്ച് കേട്ടറിഞ്ഞ സതി മഹാദേവന്റെ ഉപദേശം മാനിക്കാതെ എന്ന് തന്നെയാ പറയുന്നത്. എന്തു ചെയ്തു? യാഗത്തിന് പുറപ്പെട്ടു. യാഗത്തിൽ വെച്ച് പിതാവിനാൽ അപമാനിക്കപ്പെട്ടു. യോഗാഗ്നിയിൽ അവിടെ തന്റെ ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ദക്ഷന്റെ അഹങ്കാര വിദ്വേഷങ്ങളൊക്കെ നശിപ്പിക്കാൻ ഇപ്പോ സത്യത്തിൽ അദ്ദേഹത്തെ പ്രജാപതിമാരുടെ അധിപതിയായിരിക്കാൻ യോഗ്യനായി തീർക്കുകയാണ് പിന്നീട് മഹാദേവൻ ചെയ്തത്. ആ കഥയാണ്, ആ ഭാഗമാണ് നമ്മൾ നാളെ ഈ ദശകത്തിന്റെ സമർപ്പണമായിട്ട് 10ാമത്തെ ശ്ലോകമായിട്ട് കേൾക്കുക. ഇപ്പോ ഒരിക്കൽ കൂടി ആ മനനം എന്നുള്ള രീതിയിൽ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം നമുക്ക് ഭാഷാഗാനം ശ്രീഹരി. ദക്ഷസ്തുധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വൈച കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധ ച ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീൽ. ശ്രീഹരിയം. നാരായണ 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 ശ്രീനാരായണ. ബ്രഹ്മപുത്രനായ ദക്ഷൻ വിവേകശൂന്യനുമായി ബ്രഹ്മസ്വരൂപിയിൽ പോലും ഭക്തിയില്ലാതായി ശിവവിരോധിയായിട്ടു ചെയ്ത യാഗഭൂമിയിങ്കൽ ശിവയാകും സതിയെയും അപമാനിച്ചു. നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.